ഹലോ എവരി വൺ. അപ്പോൾ ഫിസിക്സ് എന്ന ചാനലിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്താണെന്ന്. നമ്മൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മുടെ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ഡെറിവേഷനാണ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ സോളിനോയിഡിൽ ഉണ്ടാകുന്ന ഒരു ഡെറിവേഷനാണ്. സിമ്പിൾ ഡെറിവേഷനാണ്, പക്ഷേ നല്ലോണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ തന്നെയാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷനാണ് phi is equal to mi എന്നുള്ളത്. എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? യെസ്, നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ കണ്ടു phi is equal to li എന്ന്, അല്ലേ? ഫ്ലക്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു y. ആ പ്രൊപ്പോർഷണലിറ്റി മാറ്റാൻ വേണ്ടി ഞാൻ എല്ലിനെ ചേർത്തു. അതേപോലെ തന്നെ എല്ലിൻ്റെ പേരെന്തായിരുന്നു? യെസ്, സെൽഫ് ഇൻഡക്റ്റൻസ്. അതേപോലെ തന്നെ ഇവന് phi എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു y ആയതുകൊണ്ട് തന്നെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഞാൻ ഇവനെ ചേർത്തു. ഇവൻ ആരാണ്? മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഓക്കെ, യെസ്. ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞു വെച്ചിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് രണ്ട് സോളിനോയിഡുകൾക്കിടയിൽ. ഞാൻ ഈ ഒരു സോളിനോയിഡ് എടുത്തു, ചെറിയൊരു സോളിനോയിഡ് എടുത്തു. ഈ രണ്ട് സോളിനോയിഡുകൾക്കിടയിൽ ഉണ്ടാകുന്ന മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ വാല്യൂ അല്ലെങ്കിൽ എക്സ്പ്രഷൻ എന്താണെന്നാണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ടു സോളിനോയിഡ്സ്. ഞാൻ ആദ്യത്തെ ചെറിയ സോളിനോയിഡിനെ 1 എന്ന് വിളിച്ചു. അപ്പോൾ ഈ സോളിനോയിഡിന്റെ ഏരിയ എന്തായിരിക്കും? യെസ്, A1. ഇതിലൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എന്തായിരിക്കും? B1. സോറി, മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? B1. വലിയവനെ ഞാൻ 2 എന്ന് വിളിച്ചു. ഇവന്റെ ഏരിയ A2. ഇതിന്റെ മാഗ്നറ്റിക് ഫ്ലക്സോ ഫീൽഡോ B2. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ phi1 എന്താണെന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ചെറിയ സോളിനോയിഡിൽ കൂടെ എത്ര മാഗ്നറ്റിക് ഫ്ലക്സ് കടന്നു പോകുന്നു എന്നതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്കറിയാം phi1 എന്ന് പറഞ്ഞാൽ VA ആണ്. കോസ് തീറ്റ ഉണ്ട്. കോസ് തീറ്റ നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്നത് VA എന്ന് പറയുന്ന ഫ്ലക്സ് ആണ്, മാഗ്നറ്റിക്. പക്ഷേ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് പറഞ്ഞാൽ ഒരു ടേണിലെ ഒരു കോയിലിൽ, ഒരു ടേണുള്ള ഒരു കോയിലിന്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. നമുക്കറിയാം ഒരു സോളിനോയിഡിന് n നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. പ്രെഡിക്റ്റബിൾ അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ അതിന് n നമ്പർ ഓഫ് ടേൺസ് എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ phi1 is equal to NBA എന്ന് എഴുതി. ഇനി ഇതിന് വ്യത്യാസമുണ്ട്, കാരണം മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് phi1 എന്ന് പറഞ്ഞാൽ N1. കാരണം ഈ ചെറിയ phi1 ഉണ്ടാകുന്ന സോളിനോയിഡിലെ ആരാണ്? നമ്പർ ഓഫ് ടേൺസ് അല്ലേ N1. യെസ്, അതുകൊണ്ട് തന്നെ phi1 ഉണ്ടാകുന്നതിനെ N1 എന്ന് വിളിച്ചു. ഇനി നോക്കുക, ഞാൻ ചെറിയൊരാൾ കൂടെ കടത്തി വിട്ടു കേട്ടോ. എന്ത് കടത്തി വിട്ടു? ഓക്കെ, അപ്പോൾ ഞാൻ ഈ ചെറിയ ആളുടെ ഉള്ളിൽ കൂടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കടത്തി വിട്ടു. ആ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടും പോകും, കാരണം ദാറ്റ് ഈസ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇവനിൽ കറണ്ട് കൊടുത്തപ്പോൾ ഇവനിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. അപ്പോൾ ഇവിടെ B2 അല്ലേ സ്ഥാനത്ത് വരേണ്ടത്? അതെ. ഇനി ചെറിയ സോളിനോയിഡിന്റെ ഏരിയ A1. ഓക്കെ, ഇനി B2 എന്താണ്? നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന ചാപ്റ്ററിൽ പറയുന്നുണ്ട്, സോളിനോയിഡിനുള്ളിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലേ B2. യെസ്, അപ്പോൾ അതിനെന്താ എഴുതാം? μ0 N2 I2 എന്ന് എഴുതാം. ഇതാണ്
ഒരു സോളിനോയിഡിന്റെ ഉള്ളിലുള്ള ഒരു മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഫീൽഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മ്യൂസറോ Ni എന്നാണ്, B2 ആയതുകൊണ്ട് ഇവിടെ മ്യൂസറോ N2 I2 എന്ന് നമ്മൾ എടുത്തു. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിനു മുമ്പ് N1 എന്തായിരിക്കും? N is equal to N/L. നമ്മൾ രണ്ട് സോളിനോയിഡിനും ഈക്വൽ ആയിട്ട് ഒരു L ലെങ്ത് കൊടുത്തു കഴിഞ്ഞാൽ N1 എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ N1 ഡിവൈഡ് ബൈ L ആവില്ലേ, നമ്പർ ഡെൻസിറ്റി. യെസ്, അപ്പൊ ഈ ക്യാപിറ്റൽ N1 എന്താണ്? സ്മാൾ N1 ഇൻറ്റു L. ഇനി N1 L, B2ന്റെ സ്ഥാനത്ത് μ0 N2 I2 A1 എന്ന് എഴുതി. അത് ϕ1 എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ടാക്കിയെടുക്കാൻ. അതെന്താ പറഞ്ഞാൽ ϕ1 = M12 × I2. ഇതെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. യെസ്, നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഒരു ഇക്വേഷൻ ϕ = Mi എന്നുള്ളത്. യെസ്, ഇവിടെ ϕ1 എന്ന് ഞാൻ കൊടുത്തു. അപ്പോൾ ϕ1 എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് 1 കാരണം 2 ഉണ്ടാവുന്നതാണ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് 1 കാരണം 2 ഉണ്ടാവുന്നതാണ്. ഓക്കെ, പിന്നെ അവിടെ രണ്ടാമത്തെ സോളിനോയിഡിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ കോയിലിൽ അവിടെ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും, കാരണം EMF കറണ്ട്. ഓക്കെ, ഇനി ഈ ϕ1 സെയിം അല്ലേ? ഇതിൽ രണ്ടുപേരിൽ ആരെ കോമൺ ഉള്ളത്? യെസ്, I2നെ വെട്ടി. നമുക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് അല്ലേ വേണ്ടത്? ഇവനാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. അപ്പോൾ N1 L μ0 N2 A1 എന്ന് പറയുന്നത് M12 ആവില്ലേ? യെസ്, M12 = μ0 N1 N2 A1 L. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓൺ എ സോളിനോയിഡിൽ പകുതി പഠിക്കേണ്ടത്. നമ്മൾ ആദ്യത്തെ പാർട്ട് കഴിഞ്ഞു. ആദ്യത്തെ സോളിനോയിഡിൽ കാരണം ഉണ്ടാവുന്നത്, ആദ്യത്തെ സോളിനോയിഡ് കാരണം രണ്ടാമത്തെ സോളിനോയിഡ് ഉണ്ടാവുന്ന മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് ഈ വാല്യൂ എന്ന് പറയും. അത് ഓർത്ത് വെച്ചിരുന്നോളൂ. μ0 N1 N2 A1 L എന്നാണ് ഈ മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ എക്സ്പ്രഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഇതിന്റെ എക്സ്പ്രഷൻ. ഇനി അടുത്തതായി നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം ϕ1 അല്ലേ എടുത്ത്, ഇപ്രാവശ്യം ϕ2 എടുത്തു. എന്താ സംഭവിക്കും? അതേപോലെ ND എന്ന് എഴുതി. നമ്പർ ഓഫ് ടേൺസ് N2, മാഗ്നറ്റിക് ഫ്ലക്സ് എന്തായിരിക്കും ഇവിടെ? യെസ്, 2 കാരണം 1 ഉണ്ടാവുന്നതല്ലേ? അതെ, അപ്പൊ 2ൽ ഞാൻ കറണ്ട് കൊടുത്തപ്പോൾ അതേ ഒരു മാഗ്നറ്റിക് ഫീൽഡ് 1ലേക്ക് വന്നു. 1ലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? B1. ഇനി നോക്കുക, ഇവിടെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവരും വിചാരിക്കും B2 ആണ്. അല്ല, കാരണം ഇവിടെ ടോട്ടലായിട്ട് 2 കാരണം 1ൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഏരിയ എന്ന് പറയുന്നത് 2നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 1ൽ ചെറുതാണ്. അപ്പോൾ അവിടെ ഏരിയ ചെറുതായ കൊണ്ട് തന്നെ നമ്മൾ ചെറിയ സോളിനോയിഡിന്റെ ഏരിയ തന്നെ എടുക്കും. ഓക്കെ,
ഓക്കെ, അപ്പോൾ ഇതേ സംഭവം തന്നെ ഞാൻ ചെയ്തു. n2 സ്മാൾ n2 ഇൻറ്റു എൽ, n2 ഇൻറ്റു എൽ, b1 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന μ0 n1 i1, a1 അങ്ങനെ തന്നെ എഴുതി. ഓക്കെ, ഇനി μ0 n1 n2 i1 അല്ല സോറി, അതിന് മുമ്പ് എൽ a1 i1 φ2നെ ഞാൻ ഇങ്ങനെ വിളിച്ചു. ഓക്കെ, ഇനി എന്തായിരിക്കും φ2ന്റെ മറ്റൊരു ഇക്വേഷൻ? φ2 ആണ് കേട്ടോ. φ2ന്റെ മറ്റൊരു ഇക്വേഷൻ, യെസ്, ആദ്യം പറഞ്ഞ പോലെ തന്നെ m21 i1 എന്ന്. പിന്നെ അത് ആ ഒരു ഡെറിവേഷൻ നേരെ ഓപ്പോസിറ്റ്. φ2 2 കാരണം 1 ഉണ്ടാവുന്നത്, അപ്പോൾ അവിടെ 1 കറണ്ട് അല്ലെങ്കിൽ EMF പ്രൊഡ്യൂസ് ആവും. ഓക്കെ, അപ്പോൾ φ2 എന്ന് പറയുന്ന m21 ഇൻറ്റു i1. ഇത് രണ്ടിനും ഞാൻ കോമൺ ആരാണ്? i1 ക്യാൻസൽ. അപ്പോൾ m21 എന്ന് പറയുന്നത് ആരാണ്? μ0 n1 n2 l a1, അല്ലെങ്കിൽ μ0 n1 n2 a1 l. ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. യെസ്, m12 ഇത് തന്നെയാണ്. 1 കാരണം 2 ഉണ്ടാവുന്ന മാഗ്നറ്റിക് മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 കാരണം 1 ഉണ്ടാവുന്നതിന്റെ സെയിം തന്നെയായിരിക്കും. അതായത് m12 is equal to m21. ഇതാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ടു സോളിനോയിഡ് എന്ന് പറയുന്ന ഡെറിവേഷൻ. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താ പറഞ്ഞാൽ, രണ്ടാമത്തെ കേസിൽ φ2 എടുക്കുമ്പോൾ n2 b1 എല്ലാവരും a2 എടുക്കുന്ന സമയത്ത് നിങ്ങൾ a1 എടുക്കുക. കാരണം ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഓക്കെ ചെറിയ സോളിനോയിഡിന്റെ ഏരിയ മാത്രമേ വ്യാപിച്ചു കിടക്കുന്നു. അപ്പോൾ അവിടെ a1 തന്നെ നമ്മൾ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ഡെറിവേഷനിൽ വൃത്തിയായി പഠിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിൽ മൂവ് ചെയ്യാൻ പോവുകയാണ്. അതാണ് AC ജനറേറ്റർ. AC ജനറേറ്റർ, ഇതിന്റെ ഒരു ചെറിയൊരു ഇൻട്രഡക്ഷൻ മാത്രമേ ഞാൻ പറയുള്ളൂ, ബാക്കിയുള്ള അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഡ്രോയിങ് വരച്ചു. നോർത്ത് പോൾ, സൗത്ത് പോൾ, ഇതിന് എന്താ പറയുക? സ്പ്ലിറ്ററിംഗ് ആണോ സ്ലിപ്പറിംഗ് ആണോ? യെസ്, സ്ലിപ്പറിംഗ്. അത് മെല്ലെ പോയി ഗ്രാഫൈറ്റ് ബ്രഷുകളാണിത്. എന്നിട്ടെങ്ങനെ വരും? ഓക്കെ, യെസ്, ഇത്രയുമാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു AC ജനറേറ്ററിന്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് സൈൻ പോലെ ആയിരിക്കും. അതായത് ഇങ്ങനെ സംതിങ് ഇങ്ങനെ ആയിരിക്കില്ല. അതായത് ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ളൊരു കറണ്ട് ഈ ഒരു AC ജനറേറ്റീവ് പ്രൊഡ്യൂസ് ആവും. അതുകൊണ്ടാണ് ഇതിനെ ആൾട്ടർനേറ്റീവ് കറണ്ട് ജനറേറ്റർ എന്ന് വിളിക്കുന്നത്. അത് ആ ഒരു ആൾട്ടർനേറ്റീവ് കറണ്ട് എങ്ങനെ വന്നു എന്നതിൻ്റെ ഒരു പ്രൂഫ് അല്ലെങ്കിൽ ഒരു ഡെറിവേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അതുവരേക്കും താങ്ക് യു. അപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.